എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വിഭവം എന്ന് പറയുന്നത് ചാള അച്ചാറാണ് കേട്ടോ. അപ്പം ഒരു 2 കിലോ ചാള എടുത്തിട്ടുണ്ട്. അതിലൊരു 1.5 കിലോ നമുക്ക് ആദ്യം വെട്ടി കഴുകി അച്ചാറിടാൻ വേണ്ടി എടുക്കാം. ബാക്കി 1/2 കിലോ നമുക്ക് പിന്നെ കറി വെക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ചാളയെല്ലാം ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഏട്ടനൊക്കെ ചാളയുടെ വലിപ്പം കാണിച്ചു കൊടുത്ത തീരെ ചെറിയ ചാളയാണ് കേട്ടോ. കഴുകിയെടുക്കാൻ കുറേ സമയം എടുക്കും. പൊതുവേ എനിക്ക് മീൻ കഴുകാൻ കുറേ താമസം കൂടുതലാണ്. അതിൻ്റെ കൂടെ ചെറിയ ചാളയും കൂടെ ആകുമ്പോൾ പറയുകയും കൂടെ വേണ്ട. അപ്പോൾ നമ്മൾ ചാളയൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചാള നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. വറുക്കാൻ എളുപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി ചെറിയ പീസാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പം നമുക്ക് ചാളയ്ക്ക് ഒന്ന് മസാല ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടേ. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ മീൻ ഒരു മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരണമെങ്കിലേ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഞാൻ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നപ്പോൾ ചിക്കു അതിനിടയ്ക്ക് കൂടെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻ നല്ലപോലെ മസാല ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വൈകിട്ടാണ് അച്ചാറിടാൻ വേണ്ടി വറുക്കാനായിട്ട് മീൻ എടുത്തത്. അപ്പം വെളിച്ചെണ്ണയിലായിട്ടാണ് കേട്ടോ വറക്കുന്നത്. വേണമെങ്കിൽ നല്ലെണ്ണയിലും വറക്കാം, കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ദിവസമൊന്നും വെച്ച് ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഞാനെല്ലാം ചെയ്തതേ. അപ്പം ഷാലോ ഫ്രൈ ചെയ്താൽ പോരാ, നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പം നമ്മൾ മീനെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊക്കെ ഒന്നെടുത്ത് സെറ്റാക്കി വെക്കാം. ഞാൻ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് വറുത്ത് അച്ചാറിടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പം ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് വെളുത്തുള്ളി കുറച്ചാണ് എടുത്തേക്കുന്നത്. വേറൊന്നുമല്ല, വെളുത്തുള്ളിക്ക് ഭയങ്കര വില ഇപ്പം. അതുകൊണ്ട് എന്നാലും അത്യാവശ്യം അതിനുള്ളത് ഇട്ടിട്ടുണ്ട്. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ മീൻ വറുത്ത എണ്ണ ആയതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് മീൻ വറുത്തതിൻ്റെ കുറച്ച് പൊടിയൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് വറുത്തെടുത്തത് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ സാധാരണ അച്ചാറിന് ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്തു. അങ്ങനെ ഇളക്കി കൊടുത്ത് അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്തൊന്ന് ഗ്രേവി ആക്കിയിട്ട് മീനിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ആ ഒരു കറക്റ്റ് ആ ഒരു അച്ചാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. അപ്പം അതിൻ്റെ കൂടെ ഞാൻ അല്പം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. സാധാരണ ഞാൻ അച്ചാറിന് വിനാഗിരി ഒഴിക്കാറില്ല, പക്ഷേ മീനച്ചാറായതുകൊണ്ട് ഞാൻ അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ ഇളക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അച്ചാർ കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും സിമ്പിളാണ്. മീൻ കഴുകാൻ എളുപ്പമുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാം.